Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസിലേഷൻസ് ആൻഡ് വേവ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഓസിലേഷൻസ് എന്താണെന്നും ഓസിലേറ്ററി മോഷൻ എന്താണെന്നും അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും പിന്നെ അതിൻ്റെ വെലോസിറ്റി ആക്സലറേഷൻ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്ത് നമുക്കൊന്ന് പറയാം. എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് ഓസിലേറ്ററി മോഷൻ when on a slight displacement it moves periodically about the equilibrium position. അതായത് അതിനെ നമുക്കൊരു ടു ആൻഡ് ഫ്രോ മോഷൻ എന്നോ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ. ഓക്കെ, ഇതെല്ലാം ഒരു ഓസിലേറ്ററി മോഷനാണ്. അതായത് ഇപ്പോൾ ഒരു ഊഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്വിങ് എങ്ങനെയാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്, അത് ഒരു ഓസിലേഷൻസ് ഒന്നും ഇല്ലാത്ത ആ ഒരു പൊസിഷനെ, അതായത് ഒരു ചേഞ്ചസ് ഒന്നും സംഭവിക്കാത്ത ആ പൊസിഷനെ നമുക്ക് മീൻ പൊസിഷൻ എന്ന് പറയാം. മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതിനെ ഇക്വിലിബ്രിയം പൊസിഷൻ, അതും അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു? ചെറിയൊരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ മൂവ് ചെയ്തു, പിന്നെ വീണ്ടും അത് പോയി, പിന്നെ വീണ്ടും മൂവ് ചെയ്യുന്നു. ഇതാണ് ഒരു പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പെൻഡുലം, അതേപോലെ തന്നെ ടോർഷൻ പെൻഡുലം, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇത് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ ഒന്നില്ലെങ്കിൽ അലോങ് ദി സ്ട്രെയിറ്റ് ലൈൻ ആകാം, അല്ലെങ്കിൽ അലോങ് ദി ആർക്ക് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ അതിനെ ആംഗുലാർ ടൈപ്പ് ഓസിലേഷൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ ഓസിലേറ്ററി മോഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞത് ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റാണ് പീരിയോഡിക് മോഷൻ. എന്താണ് ഈ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞത്? അതായത് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ദി റിപ്പീറ്റഡ് മോഷൻ. അതായത് ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അടുത്ത പർട്ടിക്കുലർ പീരീഡിൽ വീണ്ടും നടക്കുന്നു. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ്, അതും ഒരു പീരിയോഡിക്കായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. അതായത് ഈ ഒരു 24 മണിക്കൂറിൽ ഡേയും നൈറ്റും, അതിനുശേഷം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ റിപ്പീറ്റഡ് മോഷൻ. പക്ഷേ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിപ്പീറ്റഡ് മോഷൻ തന്നെയാണ്, പക്ഷേ that is the motion or it is passing through the equilibrium position. ഈ എല്ലാ മോഷൻസും ടു ആൻഡ് ഫ്രോ മോഷൻ ആയിക്കോട്ടെ, ബാക്ക് ആൻഡ് ഫ്രോ മോഷൻ ആയിക്കോട്ടെ, എല്ലാം മൂവ് ചെയ്യുന്നത് ഏതാണ്? പാസിങ് ത്രൂ ദി ഇക്വിലിബ്രിയം പൊസിഷൻ. പക്ഷേ പീരിയോഡിക് മോഷൻ ഇക്വിലിബ്രിയം പൊസിഷനിൽ കൂടി തന്നെ മൂവ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഇൻ ദിസ് കേസ് ആഫ്റ്റർ എവരി പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദി ഇക്വിലിബ്രിയം പൊസിഷൻ. Here, after every particular interval of time, it is repeating. It is not necessary passing through the mean position. അപ്പോൾ നമുക്ക് പറയാം എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷൻ ആണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ അല്ല. ഓക്കെ, ഇനി ഇതിന് നമ്മളൊരു മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എഴുതാനാണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷൻ്റെ ബേസിൽ എഴുതാം. എഫ് ഓഫ് ടി ഒരു വേവിനെ കാണിക്കാനുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി പ്ലസ് ടി. ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം കഴിഞ്ഞാലും അത് എഫ് ഓഫ് ടി തന്നെയാണ്. ഇതിനെയാണ് നമ്മുടെ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. പിന്നെ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ അത് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് സൈൻ ടേം ഉണ്ടാകും, അതേപോലെ തന്നെ കൊസൈൻ ടേം ഉണ്ടാകും, അതല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കൊസൈൻ. സൈൻ ആൻഡ് കൊസൈൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ്. ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ അതിന് സൈൻ ഉണ്ടാകും, കൊസൈൻ ഉണ്ടാകും, അല്ലെങ്കിൽ സൈൻ്റെയും കൊസൈൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, മറ്റൊരു ടൈപ്പിലുള്ള ഒരു ഓസിലേഷനാണ് ഹാർമോണിക് മോഷൻ. ഹാർമോണിക് മോഷൻ അതായത് സൈൻ ആകാം അല്ലെങ്കിൽ കൊസൈൻ ആകാം. നമുക്കൊരു ഓരോ പീരിയഡിൽ ഇപ്പോൾ സപ്പോസ് 0, π/2, π,
3π/2 2π. സൈനിൻ്റെ തന്നെ നമുക്കൊന്ന് വരച്ച് നോക്കാം. സൈൻ 0 0, സൈൻ 90 1, സൈൻ പൈ 0, സൈൻ 3π/2 -1, സൈൻ 2π 0. ഇനി അടുത്ത സൈക്കിളിൽ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു പോകുന്നു. ഇത് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. 0 π/2 π 3π/2 2π. 0യിൽ എന്തായിരുന്നു? 0 തന്നെ. π/2ൽ അത് മാക്സിമം എത്തി. പൈയിൽ അത് വീണ്ടും 0 എത്തി. 3π/2ൽ അത് നെഗറ്റീവ് മാക്സിമം എത്തി. 2πയിൽ 0 എത്തി. നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ. ഈ ഹാർമോണിക്കിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞത്? ഇറ്റ് ഹാവ് ദി കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് സിംഗിൾ ഫ്രീക്വൻസി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ദ സിംഗിൾ ഫ്രീക്വൻസി. ഇനി അതേപോലെ തന്നെ ഒരു വേവ് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനൊരു വേവ് വരച്ചു എന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്നു, വേണമെങ്കിൽ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി വരച്ചു. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻസ് ഉണ്ട്, എത്രമാത്രം ഓസിലേഷൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തായിരുന്നു? T⁻⁻1 അല്ലെങ്കിൽ ഹെർട്സ്. ഇനി ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ ഒമേഗ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് 2π ടൈംസ് ദിസ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ്, ഇത് നമുക്ക് ന്യൂ എന്ന് കൊടുക്കാം. 2π ടൈംസ് ന്യൂ. ഇതിൻ്റെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേഷന് വേണ്ടിയുള്ള ടൈമിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ്, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ വൺ ഓസിലേഷൻ. ടൈം റിക്വയർഡ് ഫോർ വൺ ഓസിലേഷൻ, ദാറ്റ് ഈസ് ദ പീരീഡ്. അത് നമുക്ക് ടി എന്ന് പറയാം. യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്കതിനെ ഒന്ന് എക്സ് ഓഫ് ടി, ഏതെങ്കിലും ഒരു വേവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. എ കോസ് ഒമേഗ ടി. ടി എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. സപ്പോസ് ഇത് പീരിയോഡിക് ആണെങ്കിലോ എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ എ കോസ് ഒമേഗ ടി പ്ലസ് ടി. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം കഴിഞ്ഞാലോ അതിന് വ്യത്യാസം സംഭവിക്കുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഫേസ് എന്ന് പറയുന്നത്. ഫേസ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ദി ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി സിസ്റ്റം ഓർ വൈബ്രേറ്റിംഗ് സിസ്റ്റം. It shows the position and direction of wave. Position and direction of wave. കുറച്ചും കൂടി നമ്മൾ ഇതിനെ പ്രിസൈസ് ചെയ്ത് പറയുവാണെങ്കിൽ
It shows the position and direction of the wave ന് പകരം motion of the vibrating particle. Motion of the vibrating particle. നമ്മൾ മറ്റേ ഓസിലേറ്ററി മോഷൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഈ ഫൈ എന്ന് പറഞ്ഞതാണ് ഫേസ് കാണിക്കുന്നത് കേട്ടോ, ഫൈ. ഇനി അതേപോലെ തന്നെ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ രണ്ട് വൈബ്രേറ്റിംഗ് ഓസിലേറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾ, വൈബ്രേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ മോഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഒരു വേവ് പോകുന്ന അതേ പാത്തിൽ കൂടി മറ്റൊരു വേവ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫേസും അതേപോലെ തന്നെ എന്തെങ്കിലും ഫേസ് ഡിഫറൻസ് ഉണ്ടോ അതാണ് ആ കാണിക്കുന്ന പാരാമീറ്ററാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. സപ്പോസ് ഇതൊരു ഫസ്റ്റത്തെ വേവ്, സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് അതേ പാത്ത് ഫോളോ ചെയ്യുന്നു. ഇത് 0 ആയിരുന്നപ്പോൾ സെക്കൻഡ് വേവും 0 ആണ്. അതിൻ്റെ അതേ മാക്സിമം പൊസിഷനിൽ സെക്കൻഡ് വേവും മാക്സിമം ആണ്. ഇവിടെ അതെ മിനിമത്തിൽ മിനിമം, നെഗറ്റീവ് മാക്സിമത്തിൽ ദീസ് ടു വേവ്സ് ആർ നെഗറ്റീവ് മാക്സിമം. And for the first or the second wave follows the same path of the first wave. Here there is no phase difference. Here phase difference is 0. ഇതിനെ നമുക്ക് ഇൻ ഫേസ് എന്ന് പറയും. ഓക്കെ, ഇനി മറ്റൊരു വേവും കൂടി നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഫസ്റ്റത്തെ വേവ്, ഇനി സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞത് സെക്കൻഡ് വേവ്. ഫസ്റ്റ് വേവ് 0 ആയപ്പോൾ സെക്കൻഡ് വേവ് 0 ആയി. ഫസ്റ്റ് വേവ് പോസിറ്റീവ് മാക്സിമം ആയിരുന്നപ്പോൾ സെക്കൻഡ് വേവ് ദ നെഗറ്റീവ് മാക്സിമം. ഫസ്റ്റ് വേവ് 0, സെക്കൻഡ് വേവ് ഈസ് ഓൾറെഡി 0 and the second wave is positive maximum. When it is positive maximum, so then the first wave is negative maximum. So obviously it has the phase difference of 180 degree. Phase difference 180 degree. And നമുക്ക് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാം. അതേപോലെ തന്നെ 90 ആവുന്ന കേസും കൂടിയുണ്ട്. സപ്പോസ് ഫസ്റ്റ് വേവ് 0 ആകുമ്പോൾ സെക്കൻഡ് വേവ് മാക്സിമം ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ മാക്സിമം വരുമ്പോൾ ഈ വേവ് 0-ൽ പോകുന്നു. ഇത് 0 ആകുമ്പോൾ ഇത് മാക്സിമത്തിൽ പോകുന്നു. ഇത് മാക്സിമം വരുമ്പോൾ ഇത് 0-ൽ പോകും. ഇങ്ങനെ പോകുന്നു വേവ്. ഇതിനെ നമുക്ക് ഒരു ഫേസ് ഡിഫറൻസ് 90 ഉണ്ടെന്ന് പറയാം. ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 90 ഡിഗ്രി ഓർ π/2. ഇപ്പം നിങ്ങൾക്ക് ഓസിലേറ്ററി മോഷൻ എന്താണെന്നും പീരിയോഡിക് മോഷൻ എന്താണെന്നും അതോടൊപ്പം തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും മനസ്സിലായി കാണും. ആക്ച്വലി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ, എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വെൻ ഇഫ് ദ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് from the equilibrium position. ഇതാണ് equilibrium position. Equilibrium positionൽ നിന്ന് acceleration at any instant is directly proportional to the displacement from the equilibrium position. Acceleration എന്ന് പറഞ്ഞത് ഇവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് directly proportional ആണ് and is directed towards the equilibrium position. അതിനെയാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. ലീനിയർ ഹാർമോണിക് മോഷൻ ഉണ്ട്, അതേപോലെ തന്നെ ആംഗുലാർ ഹാർമോണിക് മോഷനും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതാം. d² x ഡിവൈഡഡ് ബൈ dt² പ്ലസ് ω² x equal to 0. This is the differential equation of simple harmonic motion. Differential equation of simple harmonic motion where ω² equal to c by m.
It is a constant. In the solution, we will x equal to a sine omega t. This is the solution of the simple harmonic motion, where a is the amplitude, t is the period, omega is the angular frequency. We will phase include a general equation. We will note this case, phase difference is 0 concept. We will precise a sine omega t plus phi. This phi is initial phase or epoch. Initial phase or epoch. In this equation, this is linear simple harmonic motion. That is angular harmonic motion. This is theta terms define theta equal to 0. This is the differential equation for the angular harmonic motion. This is linear harmonic motion. This is angular harmonic motion. അതേപോലെ തന്നെ വെലോസിറ്റി ആക്സിലറേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ തന്നെ ആക്സിലറേഷൻ നമ്മൾ ആൽഫ എന്നാണ് പറഞ്ഞത്, ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഈ രണ്ട് ഇക്വേഷനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എക്സ്, ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് velocity, this is the velocity is maximum when x equal to 0, v equal to v max when x equal to 0. x equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഈ ഒരു പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം വരുന്നു. ഇനി വെലോസിറ്റി അപ്പം മിനിമം വരുന്നു. v equal to v minimum when x equal to a, x equal to a, that is at the extreme position. In x equal to 0 നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ x equal to 0, v equal to v max, v max എന്ന് പറഞ്ഞാൽ എന്ത് വരും? that is equal to a omega. അതേപോലെ തന്നെ വി മിനിമം ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, എക്സ് ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0, സോ വി മിനിമം ഈക്വൽ ടു 0. ഇനി ആക്സിലറേഷൻ്റെ കേസ് ഒന്ന് നോക്കാം. നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഒരു ഓപ്പോസിറ്റ് സൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആക്സിലറേഷൻ ആൽഫ മാക്സ് എപ്പോഴാണ്? വെൻ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു എ ആകുമ്പോഴാണ് ഇത് മാക്സിമം ആകുന്നത്. മാക്സിമത്തിൻ്റെ വാല്യൂ എന്തായിരുന്നു? മൈനസ് ഒമേഗ സ്ക്വയർ എ. ഒരു മൈനസ് എന്ന് പറഞ്ഞത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ നോക്കിയാൽ മതിയാകും, ഒമേഗ സ്ക്വയർ എ. ഇനി ആക്സിലറേഷൻ എപ്പോൾ മിനിമം ആകും? ആൽഫ ഈക്വൽ ടു ആൽഫ മിനിമം വെൻ എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ആക്സിലറേഷനും 0 ആകുന്നു. ഓക്കെ. അതേപോലെ തന്നെ പീരീഡ് നമ്മൾ നോക്കി. പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1 by nu, that is omega equal to 2 pi nu. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തിരുന്നു. നമുക്കിനി വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം. സ്വാഭാവികമായും നമുക്ക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കാരണം എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. If m is the mass of the particle, then the kinetic energy equal to half m v square. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ.
Next, we are going to find out the potential energy. What is the potential energy? It is the work done on the particle during its displacement. We know that the acceleration of a simple harmonic oscillator is directed opposite to the displacement. What is the meaning of this direction opposite to the displacement? That is, it is directed towards the equilibrium position. Therefore, there must be do some work. This work is done on the particle during its displacement. So, the oscillator possesses some potential energy. Okay, and through the motion, it has also kinetic energy that if we found out. That is half mv square omega square into a square minus x square. Then what about the potential energy? That is equal to work done on the particle. That is work done in displacing the particles from the equilibrium position through a particular distance. That is from the equilibrium position to a particular distance. So, we can write this work done, that is dW, that is equal to F into dx. F is the restoring force acting on the particle. That is W is equal to F dot, we know, W equal to F dot S. From this equation we can find out a small change in the work done, that is equal to force into small change in the displacement. So, we can write this is F is equal to M into A. A ki namukku d square x divided by dt square ennu varuna. In terms of the displacement, this is equal to dx. നമുക്ക് x എന്താണെന്നറിയാം. X equal to a sin omega t. So, dx by dt എന്തായിരിക്കും? A omega cos omega t. And d square x divided by dt square, that is equal to omega square a sin omega t minus a sin omega t എന്ന് പറഞ്ഞത് x ആണ്. This is equal to minus omega square x. Okay. അതുമല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇത് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂമറിക്കൽ വാല്യൂ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആക്സിലറേഷൻ ആണ്. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇത് ഇവിടെ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ. That is a means x, that is x equal to a, that is alpha is equal to omega square x. രണ്ട് വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. So, we can write d omega equal to m d square x divided by dt square into dx. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m d square x divided by dt square എന്ന് പറഞ്ഞത് omega square x into dx. Therefore, the work in displacing the particle from its mean position to a distance x. എങ്ങനെ കിട്ടും? ഡി ഒമേഗ നമുക്കറിയാം, ഒമേഗ നമുക്ക് കണ്ടുപിടിക്കണം. ഒബിയസ്ലി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 0 to x. That is work done in displacing the particle from the mean position. That is x equal to 0
to a particular distance x. That is m omega square x into dx. That is m omega square x square divided by 2. That is 1 by 2 m omega square x square. This is equal to the potential energy V. Potential energy V term velocity V mark over the. This is the potential energy. So the kinetic energy ki namukku K ennu kodukam. K equal to half m omega square a square minus x square. അതേപോലെ തന്നെ potential energy equal to എന്നൊക്കെ V എന്ന് കൊടുക്കാം. That is equal to half m omega square x square. So obviously the total energy നമുക്ക് E എന്ന് കൊടുക്കാം. E is equal to K plus V. That is equal to half m omega square a square minus x square plus half m omega square x square. ഇതിനകത്ത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ടേമും ഈ ടേമും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഇത് ഒമേഗ ഈസ് ഈക്വൽ വീനോ ദാറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ. ഒമേഗ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 പൈ ദറ്റ് ഈസ് എം ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ. 4 2 ക്യാൻസൽ ചെയ്യും. സോ 2 എം പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ. കുറച്ചും കൂടി ഇതാണെങ്കിൽ 2 പൈ സ്ക്വയർ എ സ്ക്വയർ ന്യൂ സ്ക്വയർ എം. Okay, this is the total energy where omega is 2 pi nu is the frequency. ഇനി നിങ്ങൾക്ക് ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, here the total energy half m omega square a square. That is, it is independent of the displacement of the particle. Displacement of the particle എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പോലെ തന്നെ ഇത് മെയിൻ പൊസിഷൻ, ഇവിടുന്ന് ഓസിലേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ. ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ദിസ് ടോട്ടൽ എനർജി ഈസ് പ്യൂർലി എ കോൺസ്റ്റൻറ്റ് that is independent of the displacement. It is same throughout the motion. Here the total energy, very important point ആണ്, total energy is independent of the displacement of the particle and is the same throughout the motion. Okay, you got the idea? Now നമുക്ക് ഇതൊന്ന് ഒരു ഗ്രാഫിക്കലി ഒന്ന് വരച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി V equal to half m omega square x square. അതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്തായിരുന്നു? കൈനറ്റിക് എനർജി K equal to half m omega square a square minus x square. The equilibrium position x amplitude a ആണ്,
നമുക്കൊന്ന് വരച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി at equilibrium position x equal to 0, x equal to 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി v equal to ക്യാപിറ്റൽ V കൊടുക്കുക, v equal to 0, v equal to 0 and maximum amplitude x equal to a, x equal to a, v equal to half m omega square a square. ഒരു particular distance a യിൽ ഇത് മാക്സിമം. അതേപോലെ തന്നെ നെഗറ്റീവ് സൈഡ് കൂടി നോക്കാം. ഇത് പ്ലസ് എ മൈനസ് എ സ്ക്വയർ ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി വി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അതായത് ഒരു മൈനസ് എയിൽ ദിസ് ഈസ് മാക്സിമം. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി കർവ്. അതേപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജിയും കൂടി ഒന്ന് വരച്ച് നോക്കാം. ദ കൈനറ്റിക് എനർജി അറ്റ് എക്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇവിടെ എഴുതാം. കൈനറ്റിക് എനർജി കെ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അറ്റ് എക്സ് ഈക്വൽ ടു എ. കൈനറ്റിക് എനർജി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എ, കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു എയിൽ kinetic energy 0 at x equal to 0 അല്ല, പ്ലസ് എ കൊടുത്താലും 0 ആകും, മൈനസ് എ കൊടുത്താലും 0 ആകും. പ്ലസ് ഓർ മൈനസ് എ. അറ്റ് എക്സ് ഈക്വൽ ടു 0 kinetic energy ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എക്സ് ഈക്വൽ ടു 0 kinetic energy ഈക്വൽ ടു മാക്സിമം ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. Okay, now we know the total energy. Total energy equal to half m omega square a square. This is the total energy. Total energy. Kinetic energy plus potential energy. നമുക്ക് എക്സൈസ് ഇ കൊടുക്കാം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ എനർജി കാണിക്കുന്നത് ഇത് പൊട്ടൻഷ്യൽ എനർജി കർവ്. ദിസ് ഈസ് കൈനറ്റിക് എനർജി കർവ്. ഈ ഒരു ടോട്ടൽ എനർജി ഓഫ് ദി ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പഠിച്ച ചെറിയ കാര്യങ്ങളൊന്ന് പറയാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ പീരിയോഡിക്, ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. അത് ഫസ്റ്റത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ദ വെലോസിറ്റി ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? വെലോസിറ്റി നമുക്ക് velocity v equal to dx divided by dt. x എന്താണെന്ന് നമുക്കറിയാം. x equal to a sin omega t. ഫേസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. omega t plus 5 dx divided by dt equal to a omega cos omega t plus 5. This is equal to omega into x. ഓക്കെ, ഇനി മറ്റൊരു ഒമേഗ ഇൻറ്റു എക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇത് സൈൻ്റെ ടൈം, ഇത് കൊസൈൻ്റെ ടൈം. നമുക്ക് അങ്ങനെ എഴുതണ്ട, കുറച്ച് ഒന്ന് മാറ്റി എഴുതാം. ദിസ് ഈസ് എ ഒമേഗ. ഇതിനെ സൈൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി ഗുഡ്. ദാറ്റ് ഈസ് സൈൻ ഒമേഗ ടി പ്ലസ് 5. എങ്ങനെ അത് സൈനിലേക്ക് മാറ്റാൻ സാധിക്കും? ഒമേഗ ടി പ്ലസ് 5 മൈനസ് പൈ ബൈ 2. ഇപ്പോൾ അത് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യും.
ഇനി ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഹിയർ the velocity, this is the velocity, here the velocity, and here this is the displacement. Here the velocity and the displacement of the simple harmonic motion, they are in phase, but there is a phase difference of pi by 2. Okay. ഇനി അതേപോലെ തന്നെ ആക്സിലറേഷൻ കൂടി ഒന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആക്സിലറേഷൻ ഈക്വൽ ടു d²x/dt². That is equal to a omega square sin omega t plus phi. ഒരു മൈനസ് സൈൻ കൂടി വരും, കോസ് മൈനസ് സൈൻ. ഇനി അത് മൈനസ് ഒന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു ഫേസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ മൈനസ് പൈ. ഓക്കെ. ഇനി ആക്സിലറേഷനും ദിസ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആൽഫ എന്നാണ് കൊടുത്തത്. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഹിയർ ദ ആക്സിലറേഷൻ ആൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫർ ഇൻ ഫേസ് ബൈ പൈ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഹാഫ് എം. ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. This is the maximum, as the maximum value of the potential energy or the maximum value of the kinetic energy. Kinetic energy യുടെ maximum എന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞതും ഹാഫ് എം ഒമേഗ സ്ക്വയർ ആണ്. സോ എനർജി ഈസ് പ്യുവർലി കൈനറ്റിക് അറ്റ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എനർജി എന്ന് പറഞ്ഞത് ഏതാണ്? പ്യുവർലി കൈനറ്റിക് ആയിരിക്കും. ഇനി എക്സ്ട്രീം പൊസിഷൻ, അറ്റ് എക്സ്ട്രീം പൊസിഷൻ this total energy is purely potential. So the total energy is always conserved. Total energy ku vyathyasam varunilla, it is constant or it is same throughout the position. Ee oru extreme position la energy ennu parnathu potential energy യുടെ contribution മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മെയിൻ പൊസിഷനിൽ it has the only the contribution of the kinetic energy. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡാമ്പിംഗ് എന്താണെന്നും കൂടി നോക്കാം.